ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിയ. ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജങ്കാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ 4-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചും മറ്റുള്ള ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ജങ്കാറിൽ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഗീത ഹർബൽ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചാബി ക്യാരക്ടറാണ്. ശബരീഷ് ചേട്ടൻ്റെ പേരായിട്ടായിരുന്നു അഭിനയിച്ചത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്, ഒരു പഞ്ചാബി സോങ് ഉണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി ചിത്രം കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് റാസൽ ഖൈമയിലെ സഫാരി മാളിൽ നമ്മുടെ ജങ്കാറിൻ്റെ ട്രെയിലർ ലോഞ്ച് ആവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ സിനിമ മലയാള സിനിമയിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാള സിനിമ എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചത് പോലെയാണോ? തീർച്ചയായിട്ടും. കാരണം ആസ് എ പെർഫോമർ എനിക്കൊരു നല്ല കലാകാരി ആകണം എന്നുള്ളത് എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ പെർഫോമൻസിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രൗഡാണ്. അത്തരത്തിൽ നല്ലൊരു ക്യാരക്ടറാണ് ഈ ഫിലിമിൽ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ക്യാരക്ടർ എനിക്ക് ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് പേഴ്സണലി അഭിപ്രായങ്ങൾ പറയണം. സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ പ്ലാറ്റ്ഫോംസിൽ വരിക, അതുപോലെ ഈ റിവ്യൂ ബോംബിങ്, അങ്ങനെ നമ്മളെപ്പോഴും ഒരു മൗത്ത് പബ്ലിസിറ്റി ആണ് ഫിലിമിനെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും നമ്മളൊരു കാര്യം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ഫിലിമിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അങ്ങനെയാണല്ലോ ഇന്നത്തെ സോഷ്യൽ മീഡിയ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം റിവ്യൂ ചെയ്യുക. അതൊരു റിക്വസ്റ്റാണ്, എല്ലാ സിനിമാക്കാരെയും ഒരു റിക്വസ്റ്റ് തന്നെയാണ്. പുതിയത് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ മനോജ് ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി തമ്പാച്ചിയാണ് ഇനി പുതിയതായിട്ട് റിലീസ് ആവാനുള്ളത്. അതിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. ഞാനാണ് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് ഇനി പുതിയതായിട്ട് റിലീസ് ആവാനുള്ളത്. പിന്നെ ആവണി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ബോള ഗോള ഇപ്പോൾ റീസെൻ്റ്ലി ഷൂട്ട് കഴിഞ്ഞൊരു മൂവിയുണ്ട്. 2 മൂവി റിലീസാകാനുണ്ട്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഫിലിം മാത്രമാണ്. ഞാൻ MSW കഴിഞ്ഞ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ പാഷൻ്റെ പിന്നാലെയാണ്, സിനിമയാണ്. ദുബായ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ഒത്തിരി സന്തോഷം. കുറേ സ്ഥലത്തൊക്കെ പോയി, ഇനിയും പോകാനുണ്ട്. 23rd റിട്ടേൺ ടിക്കറ്റ്. അതിന് മുൻപ് പറ്റുന്ന സ്ഥലമൊക്കെ പോയി കാണണമെന്നുണ്ട്. ചൂട് നന്നായിട്ടുണ്ട്. നൈറ്റാണ്, നൈറ്റ് ലൈഫാണ് ഇവിടെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കഷ്ടമാണ്, വിഷമമാണ്. നമ്മൾ ഈ കാണുമ്പോൾ എന്താ പറയുക, നാട്ടിലെ വന്ന് സെറ്റിലാകുക എന്നുള്ളൊരു തോട്ട് വിട്ട് കഴിഞ്ഞാൽ ജീവിതം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ കഷ്ടപ്പാട് നിറഞ്ഞു തന്നെയാണ്. എന്ത് പറയാൻ പറ്റും അതിൽ? നിങ്ങൾ പാഷൻ എന്താണോ അതിൽ മാക്സിമം അടിവച്ച് വിശ്വസിക്കുക. നമ്മുടെ പ്രൊഫഷനോടൊപ്പം പാഷനും കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പല തരത്തിലുള്ള വാർത്തകളും മലയാള സിനിമ എങ്ങനെയാണ് സേഫാണ്? നമ്മളൊരു കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനോട് നോ പറയാൻ പറ്റുക. ഈ വഴി പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആകുന്ന വഴിയേ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന കാര്യം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക.